ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബേക്ക്ഡ് പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ബേക്ക്ഡ് പാസ്ത. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്, ചതച്ചതല്ല, ചെറുതാക്കി അരിയുക. അതൊരു 3 ടേബിൾ സ്പൂൺ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലില്ലാത്ത ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവും. ആ സമയത്താണ് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ സമയത്താണ് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, ക്രഷ്ഡ് ചില്ലി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ അതുപോലെ ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്താ വെച്ചാൽ ബ്രസ്റ്റ് പീസ് ആണല്ലോ, ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു 2 പഴുത്ത തക്കാളി, നല്ല ചുമന്ന പഴുത്ത തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അത് അതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ വരും, അതും കൂടെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശം തക്കാളിയുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. നമുക്ക് ഈ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അതിന് ആ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് മാറ്റിയിട്ട് വേറെ ഗ്യാസുമ്മേലേക്ക് വെച്ചിട്ട് ഈ ഗ്യാസിൽ നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക. വലിയൊരു ബൗൾ എടുക്കുക. വലിയൊരു ബൗൾ എടുത്തിട്ട് അതിൽ ധാരാളം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ ചിക്കൻ്റെ കൂട്ടുള്ളത് പാത്രം നമുക്ക് മാറ്റി വെക്കാം. വേറൊരു ഗ്യാസിൻ്റെ മേലെ മാറ്റി വെക്കാം. ഇവിടെ നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം വെക്കാം. പാസ്ത വേവിക്കാൻ ഒരു 2 കപ്പ് പാസ്തയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ചിക്കൻ്റെ കൂട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, കണ്ട, നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കാണ്, ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല, നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളച്ചൊന്ന് നോക്കാം. അപ്പോൾ പാസ്ത വേവിക്കാനുള്ള വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പ് വേണ്ടി വരുമ്പോൾ നോക്കുക നിങ്ങൾ. അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം ടൈൽക്ക്. അപ്പോൾ പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് പാസ്ത. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പാസ്ത ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പാസ്ത വെന്ത് കഴിഞ്ഞാലേ നമ്മൾ ഊറ്റിയിട്ട് സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുമ്പോൾ തണുത്ത വെള്ളം അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും നമ്മളെ പാസ്ത ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ വിട്ട് അതിനെ നിന്നോളൂ കേട്ടോ. നമ്മളെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ചൂടാണ്, ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കണ്ടില്ലേ? അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് അത് ഊറ്റിയിട്ട് മാറ്റാം. ഇനി നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മസാലയിലേക്ക് ഈ പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചിക്കൻ പാസ്ത ആയി. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയും നമുക്ക് കഴിക്കാം. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കഴിക്കാം. ഇനി നമുക്ക് ഈ ഒന്നും കൂടെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളെ ബേക്ക്ഡ് പാസ്തയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് സോസും കൂടെ ഉണ്ടാക്കണം. അതും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കത് ഒരു ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി
ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വേണം, അത് ചെറുതാക്കി 3 വേണമെന്നില്ല, ഒരു 2 ടേബിൾ സ്പൂൺ മതി. അത് ചേർത്തെടുക്കുക. ചേർത്തെടുത്തിട്ട് ആ വെളുത്തുള്ളി ഒന്നും മൊരിഞ്ഞ് വരട്ടെ. ബട്ടറിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്നും മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അതും കൂടെ ചേർത്തിട്ട് ഈ മൈദപ്പൊടിയും ഒന്ന് അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറിയിട്ട് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരണം. അധികം ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് പാലെടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. മൈദപ്പൊടി ആയതുകൊണ്ട് കട്ട കെട്ടും, അതുകൊണ്ട് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ട കെട്ടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുകി വരണം. ആ സമയം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒറിഗാനാണിത്, ഒറിഗാനോ ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. പിന്നെ പെപ്പർ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇത് കുറുകി വന്നിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്റ്റയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ വൈറ്റ് സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വൈറ്റ് സോസ് ഇതിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മൾ കാണുമ്പോൾ തോന്നുന്നത് ലൂസായിരിക്കുന്നത് പോലെ തോന്നും. ഒന്ന് ചൂടാറി വന്നാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് ഒക്കെ ഒഴിച്ചിട്ട് പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബേക്ക് ചെയ്തെടുക്കണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കാം. ഒരു ട്രേ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാസ്ത ഇട്ടുകൊടുക്കാം. നിറച്ച് തന്നെ ഇട്ടുകൊടുക്കുക, ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ പാസ്ത. നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യില്ല, വലിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കി വെച്ചിട്ട് ഈ പാസ്തയുടെ പാത്രം അതിൻ്റെ മേലെ കയറ്റി വെക്കുക. മേലെ ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കണ പോലെ അങ്ങനെയും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിലും ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഓവനിലും റെഡി ആയി കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും റെഡി ആയി കിട്ടും. ഇനി അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഇട്ടുകൊടുക്കുക. നിറച്ച് തന്നെ ഇട്ടുകൊടുക്കുക മൊസറല്ല ചീസ്. അപ്പോഴാണ് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചീസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ അതുപോലെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അതും കുറച്ച് അതിൻ്റെ മേലെ കൂടെ വെതറി കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഹെലോപ്പീനോ എന്ന് പറഞ്ഞിട്ടൊരു മുളക്, ഉപ്പിലിട്ട മുളകാണ്, അത് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാനും ഒരു ഭംഗിയാണ്. പിന്നെ അതൊരു പുളിപ്പാണ്, കടിക്കുമ്പോൾ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ അതതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കെച്ചപ്പ്, കുറച്ച് ഇങ്ങനെ ഒരു തുള്ളി പോലെ ആയിട്ട് കെച്ചപ്പും വെച്ച് കൊടുക്കുക. അതൊക്കെ ഒരു ഭംഗിക്ക് ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളതിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കത് ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 2 ട്രേയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു അളവിൽ നമുക്ക് 2 ട്രേ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ഒരു 15 മിനിറ്റ് നേരം വേണ്ടി വരും. അതിൻ്റെ മേലത്തെ കണ്ടില്ലേ, ഇതിങ്ങനെ മെൽറ്റായി വരണം, നമ്മുടെ ചീസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുള്ള ഒരു പാസ്തയാണ്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്